പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുമായി സിപിഎം. മുൻ എംഎൽഎ എ പത്മകുമാറിനും മുതിർന്ന നേതാവ് പി ഹർഷകുമാറിനും താക്കീത് നൽകി. വാർത്താസമ്മേളനം നടത്തി പാർട്ടി നേതൃത്വം നിഷേധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടിയത് വലിയ തരത്തിലുള്ള നാണക്കേട് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്? അതെ അമൃത, കഴിഞ്ഞ മാർച്ച് 25-നായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഡോക്ടർ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ ഈ മുൻ എംഎൽഎ പത്മകുമാറും അതുപോലെ തന്നെ മുതിർന്ന നേതാവായ പി ഹർഷകുമാറും തമ്മിലൊരു വാക്കുതർക്കവും പിന്നെ ഒടുവിൽ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുന്നത്. പാർട്ടി അന്ന് ആ സമയത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ നിഷേധിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു താക്കീത് ഇരുവർക്കും നൽകിയിരിക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിപിഎം സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ ഒരു നടപടി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേതൃത്വം സജീവമായി പരിഗണിച്ചിരുന്ന നേതാക്കന്മാർ കൂടിയാണ് ഈ ഇരുവരും, ഹർഷകുമാറും പത്മകുമാറും എന്ന് പറയുന്നതും. അമൃത, ശരി. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.